സ്കിൻ കെയറിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന കാര്യമാണ് അതിലെ കെമിക്കൽസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം മോയിസ്ചറൈസറിനും സൺസ്ക്രീനും ഒക്കെ എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരുന്നത്. മോയിസ്ചറൈസർ ആവട്ടെ നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾക്കും നല്ല സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടാനും വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിലെ കെമിക്കൽസിന്റെ കാര്യം ആലോചിക്കുമ്പോഴും നമ്മളെ വിചാരിക്കും വേണ്ട, ഉപയോഗിക്കേണ്ട എന്നല്ലേ. അപ്പൊ അതിനുള്ള ഒറ്റ സൊല്യൂഷനാണ് കെമിക്കൽ ഫ്രീ മോയിസ്ചറൈസർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ ഡൗട്ടാണ് കെമിക്കൽ ഫ്രീ മോയിസ്ചറൈസർ. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതിരുന്ന നമ്മുടെ മോയിസ്ചറൈസർ പെട്ടെന്ന് ചീത്തയായി പോവില്ലേ? പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് 6 മാസം വരെ ഒരു കേടൊന്നും കൂടാതെ തന്നെ സൂക്ഷിച്ചു വെക്കാനും പറ്റും. ഒരു കെമിക്കൽസോ ഒന്നുമില്ലാതെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച്, നാച്ചുറൽ പ്രിസർവേറ്റീവ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ആണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കെമിക്കൽ ഫ്രീ മോയിസ്ചറൈസറിലെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഷിയ ബട്ടർ ആണ്. വർഷങ്ങളായി ഓർഗാനിക് സ്കിൻ കെയർ പ്രോഡക്ട്സിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഷിയ ബട്ടർ. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓഫ് ഷിയ ബട്ടർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ഒരുപാട് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നു. ഡാമേജ്ഡ് സ്കിന്ന് റിപ്പയർ ചെയ്യാനും ബ്ലെമിഷസ്, റിങ്കിൾസ്, സ്കാർസ് ഒക്കെ മാറ്റാനും വളരെ നല്ലതാണ്. ഇനി രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്ന നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ്. ഇത് ബീസ്വാക്സ് ആണ്. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഓഫ് ബീവാക്സിനെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കിന്ന് ഡ്രൈനെസ് ഒക്കെ മാറ്റാനും സ്കിന്ന് സ്മൂത്ത് ആയിട്ട് നിലനിർത്താനും സ്കിന്ന് റിപ്പയർ ചെയ്യാനും ബീവാക്സ് വളരെ ഉത്തമമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ഓയിൽ ഡിഫ്യൂസറാണ് മെൽറ്റ് ചെയ്യാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈക്രോവേവിൽ യൂസ് ചെയ്ത് വേണമെങ്കിലും ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റീൽ ബൗളാണ് ഉള്ളതെങ്കിൽ ഈ 2 ഇൻഗ്രീഡിയൻറ്റിനെയും കൂടെ ഒരു പാനിൽ വെള്ളം നിറച്ച് നന്നായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ആ സ്റ്റീൽ ബൗളിനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ആ രീതിയിൽ മെൽറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ആയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് ഒന്ന് മിക്സായി വരത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് തുടങ്ങാം. പിന്നെ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. മുഖം നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും വളരെ നല്ലതാണ് അലോവേര ജെല്ല്. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അലോവേര ജെല്ല് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ജോജോബ ഓയിലാണ്. പല സ്കിൻ കെയർ ഓയിൽ ഉണ്ടെങ്കിലും ജോജോബ ഓയിൽ എന്ന് പറയുന്നത് ശരിക്കും ബെനിഫിറ്റ്സ് ആണ് സ്കിന്നിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പ്രീമച്ചുർ ഏജിങ്ങിന് കാരണമായ റിങ്കിൾസ്, ഫൈൻ ലൈൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ജോജോബ ഓയിൽ നല്ലതാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ UV പ്രൊട്ടക്ഷൻ തരും. സൺബേൺ ഒന്നും ഉണ്ടാകാതെ നോക്കാൻ ജോജോബ ഓയിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഓഫ് ജോജോബ ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഏറ്റവും നല്ല കോക്കനട്ട് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് UV പ്രൊട്ടക്ഷൻ ചെയ്യും. ഏജിങ് സ്പോട്ടിനെയൊക്കെ മാറ്റാൻ കോക്കനട്ട് ഓയിൽ വളരെ നല്ലതാണ്. മുഖം നല്ല രീതിയിൽ അതുപോലെ തന്നെ മോയിസ്ചറൈസ് വയ്ക്കുകയും ചെയ്യും. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്കിന്നെ ക്ലിയർ ആക്കാനും ഗ്ലോയിങ് സ്കിന്ന് നിലനിർത്താനും വളരെ നല്ലതാണ് വൈറ്റമിൻ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഒരു എസൻഷ്യൽ ഓയിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാവൻഡർ ഓയിലാണ്. എന്തുകൊണ്ടാണ് ലാവൻഡർ ഓയിൽ ഉപയോഗിക്കാൻ കാരണമെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഇതിലില്ല. പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ഫ്രാഗ്രൻസ് കിട്ടും. സ്കിന്നിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ, റോസ്, ഏത് തരത്തിലുള്ള എസൻഷ്യൽ ഓയിലും ഉപയോഗിക്കാം നിങ്ങൾക്ക്. പക്ഷേ ലാവൻഡർ ഓയിൽ സോ ഗുഡ് ഫോർ യു. അതുപോലെ മാക്സിമം 2 ഡ്രോപ്സ് വരെയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ. കാര്യം ലാവൻഡർ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ ഇത് ഓപ്ഷണൽ ആണ്. ഇത് നിർബന്ധമായി ആഡ് ചെയ്താലേ ഈ മോയിസ്ചറൈസർ ഉണ്ടാക്കും എന്നില്ല. ഇത് ആഡ് ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ, അല്ലെങ്കിൽ പ്രശ്നമില്ല. അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ മോയിസ്ചറൈസറിന്റെ ടെക്സ്ചർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ലക്ഷറിയസ് ആയിട്ടുള്ള നമ്മുടെ കെമിക്കൽ ഫ്രീ മോയിസ്ചറൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 6 മുതൽ 9 മാസം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും, ഒരു കേടും ഒന്നും വരാതെ തന്നെ.
അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല കെമിക്കൽ ഫ്രീ മോയ്സ്ചർ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇതുപോലെ നമുക്ക് സൺസ്ക്രീൻ, ബ്രൈറ്റനിങ് ക്രീം, ലിപ് ബാം എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എന്റെ ചാനലിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ഫ്രീ ലൈഫ് സ്റ്റൈൽ ആണ്. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ റെക്കമെൻഡേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ see you.